ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന രണ്ടാം പാദ സെമി ഫൈനൽ പോരാട്ടത്തിൽ ഇന്റർ മിലാൻ FC ബാഴ്സലോണയെ പരാജയപ്പെടുത്തിയിരുന്നു. 3-നെതിരെ 4 ഗോളുകൾക്കാണ് അവർ വിജയിച്ചത്. അഗ്രിഗേറ്റിൽ 6-നെതിരെ 7 ഗോളുകൾക്ക് ബാഴ്സയെ തോൽപ്പിച്ചുകൊണ്ട് അവർ ഫൈനലിൽ പ്രവേശിക്കുകയും ചെയ്തു. വളരെ ആവേശകരമായ ഒരു മത്സരം തന്നെയാണ് നടന്നത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഇന്റർ മിലാന് വേണ്ടി ഏറ്റവും മികച്ച രൂപത്തിൽ കളിച്ചത് അവരുടെ ഗോൾ കീപ്പറായ യാൻ സോമർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ തകർപ്പൻ സേവുകളാണ് അവരെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും ഈ മത്സര ശേഷം FC ബാഴ്സലോണയുടെ പരിശീലകനായ ഹാൻസി ഫ്ലിക്കും അതുപോലെ തന്നെ താരങ്ങളും റഫറിയെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. അതായത് റഫറിയുടെ പല തീരുമാനങ്ങളും ഇന്റർ മിലാന് അനുകൂലമായിരുന്നു എന്നാണ് ഹാൻസി ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ളത്. അവരുടെ വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഫ്ലിക്ക് പറഞ്ഞത് ഇപ്രകാരമാണ്: ഓരോ 50-50 സന്ദർഭങ്ങളിലും റഫറി ചെയ്തത് എന്താണെന്ന് നോക്കുക. അതെല്ലാം ഇന്റർ മിലാന് അനുകൂലമായിക്കൊണ്ട് വിളിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അത് എന്നെ വളരെയധികം ദുഃഖിതനാക്കുന്നു. ഇതാണ് ഹാൻസി ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ളത്. അതേസമയം FC ബാഴ്സലോണയുടെ പ്രതിരോധ നിര താരമായ എറിക് ഗാർഷ്യ പറഞ്ഞത് ഇപ്രകാരമാണ്: റഫറി എന്താണ് ഇവിടെ ചെയ്തത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ മത്സരത്തിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. ഇനി ബാഴ്സലോണയുടെ മധ്യനിര താരമായ പെഡ്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: യുവേഫ ശരിക്കും ഈ റഫറിയുടെ തീരുമാനങ്ങളെ പുനഃപരിശോധിക്കണം. ഞങ്ങൾക്ക് മനസ്സിലാവാത്ത പല തീരുമാനങ്ങളും റഫറിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇതാണ് പെഡ്രി പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ പലരും റഫറിയെ രൂക്ഷമായി വിമർശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്റർ മിലാന് അനുകൂലമായി കൊണ്ടാണ് റഫറി മത്സരത്തിൽ നിലകൊണ്ടത് എന്ന ആരോപണങ്ങൾ ഇപ്പോൾ ബാഴ്സ താരങ്ങൾക്കിടയിലും ആരാധകർക്കിടയിലും ശക്തമാവുകയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.